നമസ്കാരം. 11/5/2025 ഞായറാഴ്ച കോഴിക്കോട് വെച്ച് 50 സ്റ്റാളും 5000 കസ്റ്റമേഴ്സുമായി ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സൗഭാഗ്യദേശ് എന്ന പദ്ധതിയുടെ 50-ൽ 1 സ്റ്റാൾ സ്പോൺസർ ചെയ്യുന്ന ഒരു ജ്വല്ലറിക്ക് മുതൽ മുടക്കില്ലാതെ തന്നെ 3 കോടി രൂപ ലാഭവിഹിതം 3 മാസത്തിനകം ലഭിക്കുന്നതെങ്ങനെ? ഇനി അടുത്തത് 2 പവൻ സ്വർണം വാങ്ങുന്ന തുക കൊണ്ട് ഒരു ബ്രാൻഡ് ജ്വല്ലറിക്ക് വേണ്ട 300 പേജുകൾ വരുന്ന 20 യൂണിറ്റ് DPR വാങ്ങി 11/5/25 കോഴിക്കോട് മേളയിലെ ഒരു സ്റ്റാളിൽ വെച്ച് ഒരു ബ്രാൻഡ് ജ്വല്ലറിക്ക് കൈമാറിയാൽ 2 ലക്ഷം രൂപയും പദ്ധതി ലാഭവിഹിതമായി 40 പവനും 4 ലക്ഷം രൂപയും 3 മാസത്തിനകം ലഭിക്കുന്നതെങ്ങനെ? ഈ അവസരം ഒരു സ്റ്റാളിൽ 100 പേർക്ക് മാത്രം. ഒരു ചിട്ടിക്ക് ആളെ ചേർത്താൽ കമ്മീഷൻ കിട്ടുന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ ഒരു ജ്വല്ലറിയിൽ ഒരു ബിസിനസ് ഓർഡർ നൽകി കൊടുത്താൽ കമ്മീഷൻ കിട്ടുന്ന കാര്യവും നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന സൗഭാഗ്യദേശ് പദ്ധതിയുടെ 2 ലക്ഷം ജനസംഖ്യാ പരിധിയിലെ ഒരു ബ്രാൻഡ് ജ്വല്ലറിക്ക് 2 ലക്ഷം രൂപയുടെ സ്വർണ്ണ ബിസിനസ്സും 4 ലക്ഷം രൂപയുടെ ചിട്ടിക്കും ചേരുന്നതിലൂടെ 4000 പേർക്ക് അവസരം നൽകുന്ന 20 യൂണിറ്റ് DPR കൈമാറുന്നതിലൂടെ കമ്മീഷനായി ഒരാളിൽ നിന്നും 850 രൂപ വീതം 4000 പേരിൽ നിന്നുമായി 34 ലക്ഷം രൂപ കമ്മീഷൻ ലഭിക്കുന്നതിലൂടെയാണ് 3 മാസത്തിനകം 40 പവനും 4 ലക്ഷം രൂപയും ലഭിക്കുന്നത്. 5 ഘട്ടങ്ങളിലായാണ് 4000 പേരെ കണ്ടെത്തുന്നത്. എങ്കിലും ആദ്യത്തെ 500 പേരിൽ നിന്നും 4250 രൂപ വീതം 34 ലക്ഷം രൂപ ആദ്യ മാസം തന്നെ ലഭിക്കുന്നു. 18 അധ്യായങ്ങളിലായാണ് ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഇത് ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് ഓരോ അധ്യായവും പൂർണ്ണമായും മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അതുവരെ വീഡിയോ പോസ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് 0% എങ്ങനെ വായ്പ നേടാം, നിക്ഷേപത്തിന് 7% വായ്പ 7% പലിശ നേടാം എന്നതിനെ പറ്റി നമുക്ക് പരിശോധിക്കാം. ഇനി 5000 രൂപ വെച്ചിട്ട് 40 മാസം 2 ലക്ഷം രൂപ ലോൺ തിരിച്ചടവിന് വേണ്ടിയും 5000 രൂപ 40 മാസം 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റിനും ഒരാൾ നിക്ഷേപിക്കുന്നു. ഇതാണ് നമുക്ക് 0% 7% എങ്ങനെ മാറ്റാമെന്ന് നോക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാം, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. 2 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ 6% പലിശ ലഭിക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിൻ്റെ 6% 12,000. അപ്പോൾ 12,000 ഒരു മാസത്തേക്ക് 1000 രൂപ. 1000 ഇൻറ്റു 40 മാസം 40,000 രൂപ പലിശ കിട്ടുന്നു. 40 മാസത്തേക്ക് 40,000 രൂപ പലിശ. ഇനി 2 ലക്ഷം രൂപ നമ്മൾ വായ്പ നേടുകയാണെങ്കിൽ 12% പലിശ ആകുമ്പോൾ 80,000 പലിശ കൊടുക്കണം. ഇത് നിക്ഷേപത്തിന്, ഇത് വായ്പക്ക് 80,000. അപ്പം
ഈ 2 ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ 40,000 രൂപ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ 40,000 കിട്ടുമ്പോൾ നമുക്ക് മൂല്യശോഷണത്തിൽ നിന്ന് രക്ഷപ്പെടാം. അപ്പോഴേക്കും 1,40,000 2,40,000 രൂപയായിട്ടുണ്ടാവും ഈ പണത്തിൻ്റെ മൂല്യം. അതാണ് ബാങ്ക് നിക്ഷേപത്തിനുള്ള പ്രത്യേകത. അപ്പോൾ 80,000 രൂപ നമുക്ക് നിക്ഷേപത്തേക്കാളും 40,000 രൂപ നഷ്ടമാണ് നിക്ഷേപിക്കുമ്പോൾ. വായ്പ എടുക്കുമ്പോൾ 40,000 രൂപ നഷ്ടമാണ്. ഇനി നമ്മൾ 2 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുക്കുമ്പോൾ 80,000 രൂപ കിട്ടിയല്ലോ. അപ്പോൾ സ്വർണത്തിൻ്റെ മൂല്യത്തിൽ കൂടിയ ഇനിയിപ്പോൾ സ്വർണം ആണെങ്കിൽ 2 ലക്ഷം രൂപയുടെ സ്വർണ്ണമാണെങ്കിൽ 12% മൂല്യം കിട്ടും. അപ്പോൾ 12% മൂല്യം കിട്ടുമ്പോൾ ഇതേപോലെ തന്നെ 80,000 രൂപ കൂടും. അപ്പം ബാങ്കിലിടുന്നതിനേക്കാളും 40,000 രൂപ അധികം വന്നു. അപ്പോൾ മൂല്യശോഷണം കഴിച്ച് 40,000 രൂപ അധികം വന്നു. ഇനി നമ്മൾ 2 ലക്ഷം രൂപ വായ്പ എടുത്തു. വായ്പ എടുക്കുമ്പോൾ ഈ മൂല്യശോഷണം കഴിച്ച് 40,000 രൂപ നമ്മൾ തിരിച്ചടക്കണം. സ്വർണം വെച്ചിട്ടുള്ള 40,000 രൂപ തിരിച്ചടക്കണം. അപ്പോൾ ശരാശരി 6% വായ്പ പലിശ നിരക്ക്. ഇനി 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 40,000 രൂപ പലിശ കഴിക്കണ്ടേ? 40,000 രൂപ വായ്പ പലിശ കഴിച്ചു കഴിഞ്ഞാൽ 1,60,000 രൂപയാണ് ഡെപ്പോസിറ്റിന് ഉണ്ടാവുക. 1,60,000 എന്ന് പറഞ്ഞാൽ 40 മാസം കൊണ്ടാണ് 1,60,000 ആകുന്നത്. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ കണക്ക് നോക്കുകയെന്ന് പറഞ്ഞാൽ 1,60,000 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം വെച്ചാൽ ഒന്നിച്ച് വരുന്നതല്ലല്ലോ. അപ്പോൾ FD കണക്കാട്ടണമെങ്കിൽ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 80,000 രൂപയുടെ മൂല്യം വെച്ചിട്ടാണ് കൂട്ടുക. 80,000 രൂപ FD ആയിട്ട് നമ്മൾ ബാങ്കിലിട്ടാൽ കിട്ടുന്ന പൈസ കൂട്ടുക. അപ്പോൾ 80,000-ൻ്റെ 6%, 6 × 48,000, 4,800, 4,800 രൂപ പലിശ വരും. അപ്പോൾ 4,800 എന്ന് പറഞ്ഞാൽ ഒരു മാസം 4,000 രൂപ, 400 രൂപ, ഒരു മാസം 400. അപ്പോൾ 400 ഇൻറ്റു 40, 16,000 രൂപയാണ് ബാങ്കിലിട്ടാൽ കിട്ടുക. ഇവിടെ നമുക്ക് 7% പലിശ കിട്ടുന്നു. അപ്പോൾ 7% ആകുമ്പോൾ നമുക്ക് 6,000 രൂപ കിട്ടും. 80,000-ൻ്റെ 7% 6,000 രൂപ. 6,000 ഇൻറ്റു 40, 6,000 മരിക്കണം 12, 500. 500 ഇൻറ്റു 40, 20,000 രൂപ കിട്ടും. ബാങ്കിലിടുന്നതിനേക്കാൾ 4,000 രൂപ ജാസ്തി കിട്ടുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റും കഴിച്ച് 1.6 ലക്ഷം രൂപയും 20,000 ചേർത്ത് 80,000 രൂപ കിട്ടുകയാണെങ്കിൽ 1.8 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ നമുക്ക് 7% പലിശക്ക് തുല്യമായിരിക്കും അത്. 1.6 ലക്ഷം രൂപ നമുക്ക് 40,000 രൂപ ബാങ്കിലെ പലിശ കൊടുക്കണം. 20,000 രൂപ നമുക്ക് പലിശ ഇനത്ത് കിട്ടുകയും ചെയ്യുന്നു. കഴിച്ച് 1.65 കൂട്ടിയാൽ 1.8 ലക്ഷം. അപ്പോൾ 7% പലിശക്ക് തുല്യമാണിത്. ഇനി നമ്മൾ ഇതിനെ നമുക്ക് ഇപ്പം 2 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 1.8 ലക്ഷം പലിശയും കഴിച്ചിട്ട് 1.8 ലക്ഷം കിട്ടുകയാണെങ്കിൽ 7% തുല്യമാണ്. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇതെങ്ങനെ 0% മാറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ 5,000 രൂപ 40 മാസം ലോണിനും 5,000 രൂപ 40 മാസം ഡെപ്പോസിറ്റാണല്ലോ. അത് രണ്ടും കൂടി 10,000 രൂപ, 10,000 രൂപ 20 മാസം, ഇപ്പോൾ 2 ലക്ഷം രൂപ. 20 മാസം കൊണ്ട് നമ്മൾ ബാങ്ക് വായ്പ തിരിച്ചടക്കുന്നു. 12% വെച്ചിട്ട് 20 മാസത്തേക്ക് 40,000 രൂപയാണ് അടക്കേണ്ടത്. 2 ലക്ഷത്തിൻ്റെ 12% 24,000, ഒരു മാസത്തേക്ക് 2,000. 2,000 ഇൻറ്റു 20 മാസം 40,000 രൂപ അടക്കേണ്ടത്.
അപ്പോൾ സ്വർണം കയ്യിലുള്ളതുകൊണ്ട് ബാങ്ക് ഡെപ്പോസിറ്റിനേക്കാളും 40,000 രൂപ എക്സ്ട്രാ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ 40,000 രൂപ എക്സ്ട്രാ വരുന്ന പൈസ ഇതിലേക്ക് കണക്കാക്കി എന്ന് മനസ്സിലാക്കിയാൽ 0% ബാങ്കിലിട്ട 40,000 കിട്ടുന്നത് സ്വർണത്തിലൂടെ 40,000 കിട്ടുന്ന അധിക മൂല്യമുണ്ടല്ലോ, അത് ഈ പലിശയായി കൊടുത്താലാണ് 0% ആകുന്നത്. ഇനി രണ്ടാമത്, ഈ പലിശ നമുക്ക് ഡെപ്പോസിറ്റിൽ നിന്നാണ് ഉറക്കാൻ പറ്റുക. സ്വർണത്തിൻ്റെ മൂല്യത്തെ കൂടി ആവശ്യം സ്വർണത്തിൽ തന്നെ കിടക്കും. ഇപ്പം 80,000 രൂപ സ്വർണത്തിൻ്റെ മൂല്യങ്ങൾ സ്വർണത്തിൽ തന്നെയാണ് ഉണ്ടാവുക, നിക്ഷേപമായിട്ടുണ്ടാവുക. അപ്പോൾ 40,000 രൂപ ക്യാഷായി വരണമല്ലോ ബാങ്കിലടക്കാൻ. അപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റുള്ള പൈസയിൽ നിന്ന് 40,000 രൂപ എടുക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് 0 നമുക്ക് ഇൻട്രസ്റ്റ് മാറ്റുവാൻ കഴിയുന്നത്. ഇനി 5,000 രൂപ 40 മാസത്തേക്ക് 2 ലക്ഷത്തിൻ്റെ ഡെപ്പോസിറ്റിന് നമ്മൾ പലിശയും കഴിച്ച് 1,50 പലിശ അടക്കം കിട്ടുമ്പോൾ 1,60 പ്ലസ് 20 പലിശയും അടക്കം 1% പലിശയും കിട്ടുന്നു. അപ്പോൾ നമ്മൾ ആദ്യം 2 ലക്ഷം രൂപയിൽ 1,90 പിറ്റേത്തെ 2 ലക്ഷം രൂപയിൽ 1,90 ആണ് എടുക്കുക. അപ്പോൾ 10 രൂപ ഇതിനകത്തുനിന്നും 10,000 രൂപ ഇതിനകത്തുനിന്നും കഴിയും. അപ്പോൾ 20,000 രൂപ അങ്ങ് പോകും. അപ്പം രണ്ടാമത്തെ ടേമിൽ 2 ലക്ഷത്തിൽ നിന്ന് 1.8 ലക്ഷമാണ് കിട്ടുക. ഈ 10 സർവീസ് ചാർജ് ആകുന്നത്. അതുകൊണ്ടാണ് ഇത് 7% കണക്കൂട്ടുന്നത്. അപ്പോൾ പലിശ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടമാകുന്നത് 40,000 രൂപയാണ്. അത് സ്വർണത്തിൻ്റെ മൂല്യത്തിൽ കൂടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ 0% ലോണായി കണക്കാക്കുന്നത്. അപ്പം സ്വർണത്തിൻ്റെ മൂല്യത്തിൽ കിട്ടിയ വർധനവ് 80,000 40,000 രൂപ പലിശ ഇനത്തിലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പലിശ ഇനത്തിൽ 40,000 രൂപ അധികം വരുന്നത്. അത് നമ്മൾ ഈ ആദ്യ ടേമിൽ തന്നെ 40 മാസം തികയാണ്ടത് 20 മാസം കൊണ്ട് അടക്കുമ്പോൾ ആ ലാഭവിഹിതം അങ്ങോട്ട് പോകുന്നു. അപ്പം ബാങ്കിൽ അടക്കാനുള്ള പൈസ ഡെപ്പോസിറ്റ് കിട്ടുന്ന പൈസ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നു 40,000 രൂപ. അതുകൊണ്ടാണ് ബാങ്ക് നിക്ഷേപത്തിൻ്റെ മൂല്യം കിട്ടുകയും ചെയ്യുന്നത് 40,000 രൂപ. വായ്പക്ക് 0% മാറുകയും ചെയ്യുന്നു. നിക്ഷേപത്തിന് 7% പലിശയും ലഭിക്കുന്നു. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 6% കൂടുതൽ പണപ്പെരുപ്പം ഉള്ളതിനാൽ നമ്മൾ വായ്പ എടുത്താൽ പോലും ലാഭമാണ്. വായ്പ എടുത്ത് ബാങ്കിലിട്ടാൽ 6% ഇത് കിട്ടുമല്ലോ, പലിശ കിട്ടുമല്ലോ. അപ്പോൾ അത് 6% ലാഭമാണ്. എങ്ങനെയാണ് 12% കൂടുതൽ വാർഷിക മൂല്യവർദ്ധനവ് സ്വർണത്തിന് ലഭിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പണം കൈവശം വെച്ചാൽ പണപ്പെരുപ്പ സമയത്ത് നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ മൂല്യം കുറഞ്ഞു പോകും. ബാങ്ക് നിക്ഷേപത്തിന് പണപ്പെരുപ്പത്തിൻ്റെ മൂല്യം ലഭിക്കുന്നതിനാൽ മൂല്യശോഷണം ഇല്ലാതെ തന്നെ കാത്തു സൂക്ഷിക്കാം. പണപ്പെരുപ്പത്തിന് എതിരെ പൊരുതാൻ ഇന്ന് സ്വർണം പോലെ മറ്റൊരു നിക്ഷേപവുമില്ല. ഒരാളുടെ പോർട്ട്ഫോളിയോയിൽ മറ്റു നിക്ഷേപങ്ങൾക്കൊപ്പം ഒരു പ്രധാന സ്ഥാനം സ്വർണ്ണ നിക്ഷേപത്തിന് ലഭിക്കുന്നത് അതുകൊണ്ടാണ്. സ്വർണമാണ് കൈവശമുള്ളതെങ്കിൽ ഏതു സമയത്തും പണം ആക്കി മാറ്റാനും അതിലൂടെ നേട്ടമുണ്ടാക്കാനും കഴിയും. കൂടാതെ സ്വർണത്തിൻ്റെ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നത് ഡോളറിലാണ്. ഡോളറുമായി വിനിമയ നിരക്കിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം സാധാരണ ഇടിയാറുണ്ടല്ലോ. അപ്പോഴും പിടിച്ചു നിൽക്കാൻ നമുക്ക് സ്വർണം മാത്രമാണ്. സ്വർണം അതുകൊണ്ട് തന്നെ ലാഭകരമായ സുരക്ഷിതമായ ഒരു നിക്ഷേപം ആണെന്ന് നിശ്ചയം പറയാം. 2024 24% വാർഷിക മൂല്യവർദ്ധനവാണ് സ്വർണത്തിന് ലഭിച്ചത്. എല്ലായ്പ്പോഴും ഒരുപോലെ മൂല്യവർദ്ധനവ് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ശരാശരി 12% കൂടുതൽ വാർഷിക മൂല്യവർദ്ധനവ് സ്വർണത്തിന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് വിവിധ കാലങ്ങളിലെ വിലയുടെ ചാർട്ടുകൾ നോക്കാം. ഇന്ത്യയിൽ സ്വർണത്തിൻ്റെ അളവ് പവൻ കണക്കിലാണ് പറയുന്നത്. ഒരു പവൻ എന്നാൽ 8 ഗ്രാം. എന്നാൽ അറേബ്യൻ നാടുകളിൽ തോല കണക്കിനാണ് വ്യാപാരം. ഒരു തോലയിൽ 11.66 ഗ്രാം അടങ്ങിയിരിക്കുന്നു, സ്വർണം അടങ്ങിയിരിക്കുന്നു. എന്നാൽ അമേരിക്കയിലും മറ്റും ട്രോയ് ഔൺസിലാണ് സൂചിപ്പിക്കുക.
ഒരു ട്രോയ് ഔൺസിൽ 31.10 ഗ്രാം സ്വർണം ഉണ്ടാവും. 32.15 ഗ്രാം ട്രോയ് ഔൺസിൽ ആണ് 1 കിലോ സ്വർണം. 85.75 തോലയാണ് 1 കിലോ സ്വർണം. 125 പവൻ ആണ് 1 കിലോ സ്വർണം. ഇനി നമുക്ക് ക്യാരറ്റ് നോക്കാം. ക്യാരറ്റ് 24 ക്യാരറ്റിനെ തങ്കം എന്ന് വിളിക്കുന്നു. 22 ക്യാരറ്റ് സ്വർണമാണ് ജ്വല്ലറികളിൽ ആഭരണമായി അധികവും ഉണ്ടാവുക. 22 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ 916 ഗോൾഡ്. ഒരു ക്യാരറ്റ് 4.11% സ്വർണം അടങ്ങിയിരിക്കുന്നു. 12 ക്യാരറ്റിൽ 50%, 6 ക്യാരറ്റിൽ 25%, 18 ക്യാരറ്റിൽ 75% സ്വർണവും മാത്രമാണ് അടങ്ങിയിരിക്കുക. ബാക്കി ചെമ്പ് ഉൾപ്പെടെയുള്ള മറ്റ് ലോഹങ്ങൾ ആയിരിക്കും ഉണ്ടാവുക. 2020 വരെയുള്ള കണക്കനുസരിച്ച് 1,75,000 ടൺ സ്വർണമാണ് ഭൂമിയിൽ നിന്നും ഇതുവരെ ഖനനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ 51% സ്വർണവും ജ്വല്ലറികളിലും, 18% വിവിധ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളുടെ റിസർവ് ഫണ്ടുകളിലും, 17% ജനങ്ങളുടെ നിക്ഷേപമായും, 12% വ്യവസായ ആവശ്യത്തിനും, 2% ആരുടെയും കണക്കിൽപ്പെടാതെയും ഇരിക്കുന്നു. ഇനി വിവിധ രാജ്യങ്ങളിലെ സ്വർണ്ണ നിക്ഷേപം. അമേരിക്കയുടെ കൈവശം 8,200 ടൺ സ്വർണവും, ജർമ്മനിയുടെ കൈവശം 3,400 ടൺ സ്വർണവും, IMFൻ്റെ കൈവശം 3,000 ടൺ സ്വർണവും, ചൈനയുടേത് 1,054 ടൺ സ്വർണവും, ഇന്ത്യയുടേത് 600 ടൺ സ്വർണവും, ഇംഗ്ലണ്ടിൻ്റേത് 310 ടൺ സ്വർണവുമാണ് കരുതൽ നിക്ഷേപമായി ഉള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. 50% അഡ്വാൻസും എല്ലാവർക്കും ഒരുപോലെ എങ്ങനെയാണ് അവസരം ലഭിക്കുന്നതെന്ന് പരിശോധിക്കാം. ഇപ്പോൾ 10,000 രൂപേൻ്റെ ഒരു ചിട്ടി, 5,000 × 5,000 10,000 രൂപയുടെ ചിട്ടി, 10,000 × 20 മാസം 2 ലക്ഷം രൂപയാണ് ഒരു ചിട്ടിയുടെ സ്ഥല. അപ്പോൾ ഈ തുക 1 ലക്ഷം വെച്ചിട്ട് 2 ആൾക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 20 മാസം വരെയുള്ള കുറി 10 മാസം കൊണ്ട് 2 ആൾക്കും വീതം 20 ആൾക്കും കൊടുക്കാം 1 ലക്ഷം വെച്ചിട്ട്. അപ്പോൾ അടുത്ത 10 മാസം 20 ആൾക്കും 1 ലക്ഷം വെച്ച് കൊടുക്കുന്നു. ഒന്നാമത്തെ മാസം കിട്ടിയയാൾക്ക് 20ാമത്തെ മാസം, രണ്ടാമത്തെ മാസം കിട്ടിയയാൾക്ക് 19ാമത്തെ മാസം, മൂന്നാമത്തെ മാസം കിട്ടിയയാൾക്ക് 18ാമത്തെ മാസം. ഇനി 9ാമത്തെ മാസം കിട്ടിയാലും 10ാമത്തെ മാസം കിട്ടിയാൽ നോക്കാം. 10ാമത്തെ മാസം കിട്ടിയാൾക്ക് 12 അങ്ങനെ പോകും. അപ്പോൾ എല്ലാവരും ഈക്വലിറ്റി ആയി. ഈ ഒരു ചാർട്ട് നിങ്ങൾ നോക്കിയാൽ 40 മാസം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാം. അപ്പോൾ 1ാമത്തെ മാസം കിട്ടിയയാൾക്ക് അടുത്ത ടേമിൽ 40ാമത്തെ മാസം കിട്ടുന്നു. അപ്പോൾ 1ാമത്തെ മാസം കിട്ടിയാൾക്ക് 40 മാസം അഡ്വാൻസ് കിട്ടി. മറ്റതിൽ 0 ആണ്, അഡ്വാൻസ് ഇല്ല, അതുകൊണ്ട് 40 ആയി. ഇനി 2ാമത്തെ മാസം കിട്ടിയ ആൾക്കാർക്ക് അടുത്ത ടേമിൽ 39ാമത്തെ, അപ്പോൾ 39 പ്ലസ് ഇങ്ങപ്പുറം 1 40 കിട്ടിയ ആ രീതിയിൽ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഈക്വാലിറ്റി കാൽക്കുലേഷൻ എല്ലാവർക്കും കിട്ടുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ മാസം കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഒരു 10,000 രൂപ വെച്ചിട്ട് 2 ലക്ഷം രൂപ ആദ്യ മാസം തന്നെ എല്ലാവർക്കും കിട്ടുന്നു, 1 ലക്ഷം കിട്ടുന്നു. അങ്ങനെയാണ് 50% അഡ്വാൻസ് ആയിട്ട് ലഭിക്കുന്നത്. നമ്മളാകെ വെച്ചിരിക്കുന്നത് 10,000 ആണ്, 1 ലക്ഷം കിട്ടി. അപ്പോൾ 50% അഡ്വാൻസ് ആയി കിട്ടി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വായ്പ എടുക്കാതെ തന്നെ നമുക്ക് 50% അഡ്വാൻസ് ആയി കിട്ടി. അതിന് പറയുക ഈക്വാലിറ്റി കാൽക്കുലേഷൻ മെത്തേഡ്. ഇനി 4ാമത്തെ അധ്യായം. 10 മാസം കൊണ്ട് എങ്ങനെയാണ് 2 ലക്ഷം രൂപ ഗോൾഡ് 2 ലക്ഷം രൂപയുടെ ഗോൾഡ് ലഭിക്കുന്നതെന്ന് നോക്കാം. 10,000 രൂപ വെച്ചിട്ട് 5,000 രൂപ ഡെപ്പോസിറ്റിനും 5,000 രൂപ വായ്പ തെറ്റണം. അത് രണ്ടും കൂടിയുള്ള 10,000 രൂപ വെച്ചിട്ട് 20 മാസം കൊണ്ട് 2 ലക്ഷം രൂപ. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രകാരം ആദ്യത്തെ ആൾക്ക് 1 ലക്ഷം രൂപ, 1ാമത്തെ മാസം കിട്ടിയാൽ 1 ലക്ഷം, 2ാമത്തെ മാസം കിട്ടിയാൽ 1 ലക്ഷം, സോറി 2ാമത്തെ തവണ 1ാമത്തെ മാസം കിട്ടിയാൽ 2ാമത്തെ തവണ 20ാമത്തെ മാസം. ഇങ്ങനെ 10ാമത്തെ മാസം കിട്ടിയ ആൾക്ക് 14ാമത്തെ മാസം വീണ്ടും 1 ലക്ഷം. അങ്ങനെയാണ് 10ാമത്തെ മാസം കിട്ടിയ ആൾക്ക് 14ാമത്തെ മാസം കൊണ്ട് 2 ലക്ഷം രൂപയുടെ
സ്വർണം കിട്ടുന്നത്. അപ്പോൾ അവർ അടച്ചു തീരുന്ന നേരത്തേക്ക് 20 മാസമാവും. അപ്പോൾ ഇയാൾക്ക് 1 ലക്ഷം റുപ്യ സ്വർണം ആദ്യം കിട്ടും, ഇയാൾക്ക് 1 ലക്ഷം റുപ്യേൻ്റെ ആദ്യം സ്വർണം കിട്ടും. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസായി ആദ്യം കിട്ടിയ ആൾക്ക് 20 മാസം കിട്ടും. ആ രീതിയിൽ ചാർട്ട് പോകും. അങ്ങനെയാണ് 11 മാസം കൊണ്ട് എല്ലാവർക്കും 2 ലക്ഷം രൂപയുടെ സ്വർണം അഡ്വാൻസായി കിട്ടുന്നത്. ഇനി 5-ാമത്തെ അധ്യായം, പദ്ധതിയുമായി ബന്ധപ്പെട്ട നിയമകാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. MMB സ്കീം പ്രകാരം ആണ് പദ്ധതി ആരംഭിക്കുക. മെമ്പേഴ്സ് മ്യൂച്വൽ ബെനിഫിറ്റ് സ്കീം, അംഗങ്ങൾ തമ്മിലുള്ള ഗുണകരമായ പദ്ധതി എന്നാണ് അതിൻ്റെ മലയാളം. ഇതൊരു ഡീഡ് ഉണ്ടാക്കുന്നു. 40 പേർ ചേർന്നിട്ട് 40 മാസത്തേക്ക് ഒരു ഡീഡ് ഉണ്ടാക്കുന്നു. ആർക്ക് എങ്ങനെ കൊടുക്കണം, അത് ചാർട്ട് പ്രകാരം ഇന്നേ മാസം ഇന്നേ കൊടുക്കുന്നു. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ആദ്യം കൊടുത്താൽ പിന്നെയും കൊടുക്കുന്നു. അങ്ങനെ അംഗങ്ങളുടെ ഗുണകരമായ പരസ്പര സഹായത്തിലുള്ള ഒരു പദ്ധതി എന്നാണ് MMB സ്കീം. ഈ ഒരു ഡീഡ് ഉണ്ടാക്കി നമ്മൾ ഒരു പാൻ നമ്പർ എടുത്ത് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചാണ് പദ്ധതി ആരംഭിക്കുക. അപ്പോൾ അതിന് ഓരോ ഡീഡിനും ഓരോ കമ്പനിക്ക് തുല്യമാണ്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ കീഴിൽ 40 ആളാണ് ഉണ്ടാവുക. ഒരു സെഗ്മെൻറ്റ് ഇത്തരം 5 യൂണിറ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു സെഗ്മെൻറ്റിൽ ഇത്ര 5 യൂണിറ്റാണ് ഉണ്ടാവുക. ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെ നോക്കുക? കോഴിക്കോട് രജിസ്റ്റേർഡ് ഓഫീസ്, അതിന് താഴെ 10 സോണൽ ഓഫീസ്, 50 ഡിവിഷൻ ഓഫീസ്, 5000 ബ്രാഞ്ചസ്, 1 ലക്ഷം കളക്ഷൻ സെൻറ്റർ, 5 ലക്ഷം യൂണിറ്റ്, ഒരു യൂണിറ്റിൽ 40 ആൾ, അങ്ങനെ 2 കോടി ആൾക്കാരാണ് ഈ പദ്ധതി. കോഴിക്കോട് രജിസ്റ്റേർഡ് ഓഫീസ്, 10 സോണൽ ഓഫീസ്, 50 ഡിവിഷൻ ഓഫീസ്, 5000 ബ്രാഞ്ച്, 1 ലക്ഷം കളക്ഷൻ സെൻറ്റർ, 5 ലക്ഷം യൂണിറ്റ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഘടന. ഇനി 6-ാമത്തെ അധ്യായം, യൂണിറ്റ്. ഒരു 10,000 × 5%, 500 രൂപയാണ് കമ്മീഷനായിട്ട് ഓരോ മാസവും ഒരു അംഗത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഈ 500 രൂപയിൽ 75 രൂപ ഏജൻറ്റിൻ്റെ കമ്മീഷനാണ്. അപ്പോൾ അങ്ങനെയാണ് ഏജൻറ്റിന് 25 യൂണിറ്റിലായി 40 പേരിനായി 75,000 രൂപ ഏജൻറ്റിന് കിട്ടുന്നത്. ഒരു ദിവസം 40 ആടുന്നു, 25 ദിവസം കൊണ്ട് 1000 ആടുന്ന് കളക്ട് ചെയ്യുമ്പോൾ 75-ൻ്റെ 75,000 രൂപ കിട്ടുന്നു. 15 രൂപ സ്റ്റാഫിന് പോകും, 100 രൂപ പ്രൈസിന്, 50 രൂപ സ്പോൺസർക്ക്, 125 രൂപ യൂണിറ്റിന്, 60 രൂപ ടാക്സ്, 75 രൂപ സർപ്ലസ്. ഇപ്പോൾ നമുക്ക് 100 രൂപയാണ് പ്രൈസിന് മാറ്റി വച്ചിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ നോക്കാം. ₹100 ഒരു മാസം ഒരാടത്തുനിന്ന് 100 × 40 മാസം കൊണ്ട് 4000 രൂപയാണ് ഒരംഗത്തു നിന്നും സമ്മാനത്തിനായി മാറ്റിവെക്കുന്നത്. ഇത് പ്രത്യേകിച്ചുള്ള തുകയൊന്നുമല്ല, ഇത് കമ്മീഷനായിട്ട് അനുവദിച്ച തുകയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത്. 100 × 40%, ഇപ്പോൾ 4000 രൂപ വരും. ഒരു അംഗത്തിന് 5% കമ്മീഷനാണ് എടുക്കാൻ കഴിയുന്നത്. അതിൽ 1% അംഗങ്ങൾക്ക് തന്നെ സമ്മാനമായിട്ട് കൊടുക്കും. അപ്പോൾ ഈ 4000 രൂപ നമ്മളിപ്പോൾ മൊത്തം 5 ലക്ഷം യൂണിറ്റിലെ 40 ആടും, 2 കോടി ആടുന്ന് കിട്ടുമ്പോൾ 5 ലക്ഷം യൂണിറ്റിലെ 40 ആടുന്ന് 4000 രൂപ കിട്ടുമ്പോൾ 2 കോടി × 4000 എന്ന് പറഞ്ഞാൽ 8000 കോടി രൂപ സമ്മാനം കൊടുക്കാൻ കഴിയുന്നു. 8000 കോടി രൂപയാണ് സമ്മാനം കൊടുക്കാൻ കഴിയുന്നത്. ഇതുകൊണ്ട് 250 ഒരാൾക്ക് 4 ലക്ഷം രൂപയും 5000 ഒരാൾക്ക് 1 കോടി രൂപ സമ്മാനവും നൽകാം. അപ്പോൾ 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഞ്ചിൽ മൊത്തം 4000 പേരാണ് ഉണ്ടാവുക. 100 യൂണിറ്റായി 4000 പേരാ. അപ്പോൾ 4000 ആൾക്ക് 1 കോടി കൊടുക്കാൻ 4000 കോടി രൂപ. ഈ 4 ലക്ഷം വെച്ചിട്ട് 250 20 ബ്രാഞ്ച്, 20 × 4000 80,000, 80,000 × 4 ലക്ഷം 3200 കോടി രൂപ. പിന്നെ മറ്റ് ബമ്പർ സമ്മാനങ്ങൾ 10 കോടി, 2 കോടി, ആ രീതിയിലുള്ള ബമ്പർ സമ്മാനം. ഇപ്പോൾ പ്രധാനപ്പെട്ട 2 സമ്മാനങ്ങൾ 3200 4000, 7200, മറ്റുള്ള സമ്മാനങ്ങൾ ഒരു 300 കോടി.
അപ്പോൾ ഒരു പ്രദേശത്തുള്ള ആ ഈ ചിട്ടിക്ക് ചേരുന്ന ഈ പദ്ധതി ചേരുന്ന 4000 പേർക്കും ഒരേ സമയം ഒരേ വേദിയിൽ വെച്ച് 1 കോടി രൂപ വീതം 4000 കോടി രൂപ ലഭിക്കുന്നതാണ് പദ്ധതിയുടെ വാണിജ്യ വിജയരഹസ്യം. യാതൊരു നഷ്ടവുമില്ല, സാധാരണ എല്ലാവരും ചെയ്യുമ്പോൾ തന്നെ. അപ്പോൾ ലാഭം മാത്രം, 0% പലിശയും കിട്ടുന്നുണ്ട്, ലാഭം മാത്രം 1 കോടി രൂപ സമ്മാനവും കിട്ടുന്നുണ്ട്. സമ്മാനം 100% സുതാര്യമാണ്. എല്ലാം ഇതും റെഡിയായി. അപ്പോൾ ഇങ്ങനെയാണ് ആകർഷകമായ സമ്മാന പദ്ധതി കൊടുക്കുന്നത്. ഇനി 7ാമത്തെ അധ്യായം, ഈ സമ്മാന പദ്ധതിയും DPR. DPR എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട്. അപ്പോൾ സമ്മാന പദ്ധതിയും DPR ആയിട്ട് എന്താ ബന്ധം എന്നുള്ളത് ചോദിക്കും. അപ്പോൾ ഈ സമ്മാന പദ്ധതി കൊടുക്കാൻ വേണ്ടി സമ്മാന പദ്ധതിയിൽ ഓരോ അംഗത്തിനും നമ്മൾ 7 ഡിജിറ്റുള്ള ഒരു നമ്പർ കൊടുക്കും. ഇത്തരം 4 നമ്പർ ഉണ്ടാവും ഒരംഗത്തിന്. അപ്പോൾ ഏതെല്ലാം അംഗത്തിന് ഏതെല്ലാം ബ്രാഞ്ചിൽ ഏതെല്ലാം നമ്പർ കൊടുത്തെന്നും ആർക്കെല്ലാം കിട്ടിയെന്നുള്ള ഒരു കോഡിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. അപ്പോൾ 5000 ബ്രാഞ്ചിന് കൊടുത്ത നമ്പറും ഒരു ബ്രാഞ്ചിന് 5000 ബ്രാഞ്ചിന് ഇപ്പം 800 × 4 3200 നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. 800 × 4 3200. 3200 × 5000 എന്ന് പറഞ്ഞാൽ 1,60,00,000 വ്യത്യസ്ത നമ്പറുകളാണ് 7 ഡിജിറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 7 ഡിജിറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പറുകളെല്ലാം ഈ 300ഓളം പേജുള്ള DPR ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ആർക്കെല്ലാം കൊടുത്തു എന്നറിയാൻ ഓരോ അംഗത്തിനും കഴിയും DPRലൂടെ. ഇന്നേ ബ്രാഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. അതുമല്ല, ഈ സമ്മാന പദ്ധതി നറുക്കെടുക്കുന്ന രീതി അടുത്ത അധ്യായത്തിൽ പറയും. 300 പേജ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം DPRലുണ്ടാവും. അപ്പോൾ 300 പേജുള്ള DPRൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞല്ലോ. അപ്പോൾ ഓരോ DPRും വ്യത്യസ്തമായിട്ടുള്ള പ്രിൻ്റ് ചെയ്യണം. ഓരോന്നും മാറ്റി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു DPRന് ചുരുങ്ങിയത് ഒരു 30 രൂപയെങ്കിലും ചാർജ് വരും അടിക്കാം. ഓരോ പേജ് DPRൽ ഓരോ പേജ് ചെയ്യാൻ 30 രൂപ. അപ്പോൾ 300 × 30 9000 രൂപയോളം ചിലവ് വരും. എന്താ കാരണം വെച്ചാൽ സാധാരണ പ്രസ്സിൽ അടിക്കും പോലെ ഒറ്റയടിക്ക് 5000 കോപ്പി 1000 കോപ്പി ഒന്നും അടിക്കാൻ കഴിയില്ല. കാരണം ഓരോന്നും വ്യത്യസ്തമായിട്ട് സെറ്റ് ചെയ്ത് വേണം. ഒരു വളരെ സൂക്ഷ്മമായിട്ട് വേണം പരിശോധിക്കുക. കാരണം ഓരോ DPRലും അടിച്ച വ്യത്യസ്ത നമ്പറുകളായിരിക്കും. അതുകൊണ്ടാണ് 9000 രൂപ ചിലവ് വരുന്നത്. അപ്പോൾ ഈ DPR ആണ് ഈ സെഗ്മെൻറ്റ് DPR എന്ന് പറയും. ഒരു സെഗ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് സെഗ്മെൻറ്റ് DPR എന്ന് പറയുന്നത്. ഈ രീതിയിൽ 1,00,000 DPR ആണ് ആവശ്യമായി വരുന്നത്. ഒരു ബ്രാഞ്ചിന് 20 DPR. അപ്പോൾ ഈ DPR ആണ് പദ്ധതിയുടെ സുതാര്യതയും ബോധവൽക്കരണവും നടത്തുന്നത്. അതുകൊണ്ടാണ് DPR ആവശ്യമായി വരുന്നത്. ഇനി 8, വാണിജ്യ വിജയരഹസ്യം. പദ്ധതിയുടെ വാണിജ്യ വിജയരഹസ്യം. നമ്മളെ 0% നമുക്ക് എപ്പോഴാണ് പൈസക്ക് വായിച്ചാൽ വരുമോ അറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഒരു കരുതൽ നിക്ഷേപിച്ചാൽ നമുക്ക് ആവശ്യ സമയത്ത് 0% വായ്പയും കിട്ടും, നിക്ഷേപത്തിന് 7% കിട്ടും. സാധാരണ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആവശ്യം വരുമ്പോൾ മാത്രമേ വായ്പ ചിന്തിക്കുള്ളൂ. അപ്പം കിട്ടാത്തപ്പം ബ്ലേഡെല്ലാം പോകും. അപ്പോൾ ഇതൊരു പ്ലാനിങ് ഇല്ല. നമുക്ക് ആവശ്യം വരുമ്പോൾ ആളുകൾക്ക് ബോധ്യം വരുള്ളൂ. അതൊരു രോഗമാണ്. ഇത് നമ്മൾ പൈസക്ക് ആവശ്യം വരുമ്പോൾ നമുക്കൊരു രോഗമാണ്. ആ രോഗത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. അതുപോലെയാണ് ഈ മറ്റുള്ള അമിത പലിശക്കാരുടെ അടുത്ത് പോകുന്നത്. അപ്പോൾ ഈ രോഗം വരാതെ സൂക്ഷിക്കണം നമ്മൾ. എങ്കിൽ നമുക്ക് അമിത പലിശക്കാരിൽ നിന്ന് രക്ഷപ്പെടാം. അമിത പലിശക്കാരൻ ആരെയും തേടി പോകുന്നില്ല, നമ്മൾ ആവശ്യം കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഈ അമിത പലിശയിൽ നിന്ന് രക്ഷ നേടാനും ആ രോഗം വരാതെ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനും നമ്മൾ ഈ പദ്ധതി ചേരുന്നത്.
പിന്നെ 40 പേരിൽ മാത്രം ഒതുങ്ങുന്നതിനാൽ 100% സുതാര്യമാകുന്നു. ആർക്കാണ് കൊടുത്തിരിക്കുന്നത്, എവിടെ കൊടുത്തിരിക്കുന്നത്, ഈ 40 പേരും പരസ്പര ജാമ്യത്തിലാണ് കൊടുക്കുന്നത്. ഇവിടെ അതുകൊണ്ട് ഇത് ഒരിക്കലും പൊട്ടിപ്പോവില്ല. കാരണം കൊടുത്തിരിക്കുന്നത് പരസ്പര ജാമ്യത്തിലാണ്. കമ്പനിക്ക് വരുന്നത് വെറും സർവീസ് ചാർജാണ്. സർവീസ് ചാർജ് മല്ല, കൂലി മാത്രം. ഇനി പൊഴിഞ്ഞു പോയാലും കമ്പനിക്ക് നഷ്ടം വരില്ല. കൂലി കഴിച്ച് ബാക്കി പകുതിയേ കൊടുക്കുകയുള്ളൂ. അത് നിശ്ചിത സമയം, അതെല്ലാം നിയമാവലി പറയും. അതുകൊണ്ടാണ് പദ്ധതിയുടെ വാണിജ്യ വിജയത്വം പൊട്ടിപ്പോകുന്നില്ല. രണ്ടാമത് ആർക്കും മാറ്റിവെക്കാൻ കഴിയുന്ന തുക മാസത്തവണ. ഇനിയിപ്പം വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം 10,000 രൂപ ഇപ്പം വായ്പ മാസം അടക്കാൻ കഴിയില്ലാത്ത അവസ്ഥയുണ്ട് എന്ന് പറയും ചില ആൾക്കാർ. 10,000 രൂപ എനിക്കിപ്പോൾ പല വായ്പകളും അടച്ച് ഇങ്ങനെ പൈസയില്ല. അപ്പോഴാണ് ഇതിൻ്റെ പ്രസക്തി പറയുക. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആദ്യം ഇതിലെ പൈസ എടുത്തിട്ട് മറ്റിടത്തേക്ക് അടക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനകത്ത് രക്ഷപ്പെടാം, അമിത പലിശയിൽ രക്ഷപ്പെടാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വേറെ 10,000 രൂപ ഒരു 12% അടച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അയാൾ ഇതിൽ ചേർന്ന് ആദ്യം തന്നെ പരസ്പര സഹായത്തിൽ ആദ്യമായി 12% അടക്കുന്നു. വായ്പയില്ലാത്ത ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടുത്ത ഡൗൺ കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിലെ അംഗങ്ങൾ വരും എന്നുള്ള കാര്യത്തിൽ എന്തായി 100% നമുക്ക് ബോധ്യം വരും. കൂടാതെ ഒരു പ്രദേശത്തുള്ള 4,000 ആൾക്കും 1 കോടി രൂപ വെച്ച് സമ്മാനം കിട്ടുന്ന അപൂർവ പദ്ധതി. 40ാമത്തെ മാസം ഓരോ 2 മാസം കൂടുമ്പോൾ നറുക്കെടുത്ത് 4 ലക്ഷം രൂപ, അതായത് ഒരു വന്നാൽ വെക്കാത്ത രീതിയിൽ ഓരോ മാസവും 4 ലക്ഷം രൂപ ഓരോ യൂണിറ്റിന് കിട്ടും. ബമ്പർ സമ്മാനം അടിക്കുന്നതൊക്കെ 50 ലക്ഷം വരെ ഉണ്ടേ. അപ്പോൾ 4,000 ആൾക്കും 1 കോടി രൂപ കിട്ടുമ്പോൾ ആരാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താതിരിക്കുക? ഇപ്പോൾ സഹപ്രവർത്തകർക്കെല്ലാം ഒരു ചിട്ടിക്ക് ചേർന്നിട്ട് സഹപ്രവർത്തകർക്കെല്ലാം 1 കോടി രൂപ കിട്ടുന്നു. അപ്പോൾ ആരാണ് ഈ അവസരം മറ്റുള്ളവർക്കെല്ലാം 1 കോടി കിട്ടുമ്പോൾ ആർക്കും ഒരു അസൂയ ഉണ്ടാവും. എനിക്കും കൂടി അവസരമാണ്, ഒരു നഷ്ടവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് വാണിജ്യ വിജയരഹസ്യം ഇതാണ്. ഇനി നമുക്ക് 9ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. പദ്ധതി ബോധവൽക്കരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരാൾ അറിഞ്ഞാൽ മാത്രമല്ലേ ഇതിൽ ചേരുള്ളൂ. ഇത്രയും ഗുണം കിട്ടുന്ന കാര്യം അവർക്ക് അറിയില്ല, ഇത്രയും കാര്യങ്ങൾ അവർക്കറിയില്ല. നമ്മളെങ്ങനെയാണ് ഇത് അംഗങ്ങളെ ബോധവൽക്കരിക്കുക? അപ്പോൾ ഇതുപോലെ വിവിധ ഭാഷകളിൽ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു. കേരളത്തിലാണ് മലയാളം, തമിഴ്നാടിന് തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി, ഓരോ പ്രാദേശിക ഭാഷകൾ നമ്മൾ ഇതുപോലെ തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോഴാണ് അംഗങ്ങൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടുക. ഇങ്ങനെയാണ് പദ്ധതി ബോധവൽക്കരണം നടത്തുക. അപ്പോൾ അതിനു മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം, കളക്ഷൻ സെൻറ്റർ റെഡിയാക്കിയിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കളക്ഷൻ സെൻറ്റർ റെഡിയാക്കാൻ നോക്കുക. നമ്മൾ കോഴിക്കോട് മീറ്റിങ്ങിൽ വെച്ചിട്ട് മീറ്റിങ്ങിന് മുമ്പേ കോഴിക്കോട് ഒരു ഓഫീസ് ഉണ്ടാക്കി ഈ അംഗങ്ങളുടെ ഷെയർ കൊണ്ട് 15 ലക്ഷം വെച്ചിട്ട് 50 ഷെയർ കൊണ്ട് 1.5 കോടി രൂപ കൊണ്ട് കോഴിക്കോട് ഓഫീസ് റെഡിയാക്കിയതിന് ശേഷം 500 ഡിവിഷണൽ മാനേജർമാരെ കണ്ടെത്തുന്നു. MBA ബിരുദധാരികളായിരിക്കും. അത് ക്യാമ്പസ് റിക്രൂട്ട് ചെയ്ത് ക്വാളിറ്റിയുള്ള ആൾക്കാരെ കണ്ടെത്തി ആണ് 500 പേരെ കാണുന്നത്. അപ്പോൾ അവർക്ക് പ്രതിമാസം 1 ലക്ഷം രൂപ പദ്ധതിയുടെ വേതനം ലഭിക്കും. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുന്നത്, 10 വീതം 5,000 പേരെ കണ്ടെത്തുന്നത്. 500 × 10 5,000 പേരെ, 5,000 ജ്വല്ലറീനെ കണ്ടെത്തി ഈ രീതിയിലുള്ള ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നുള്ളത് ബോധവൽക്കരിച്ചിട്ട് ഇന്ന ദിവസം മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതിനുള്ള ക്ഷണക്കത്തെല്ലാം കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും എഗ്രിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ 500 ഡിവിഷണൽ മാനേജർമാരാണ്. ഓരോരുത്തർക്കും 10 പേര്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, 11/5/25 കോഴിക്കോട് ഈ 500 ഡിവിഷണൽ മാനേജർമാർ 5,000 ബ്രാൻഡ് ജ്വല്ലറികൾ, 5,000 DPR സ്പോൺസർമാർ എല്ലാവരും കൂടി കോഴിക്കോട് ഓഫീസിൽ എത്തിച്ചേരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 20 കളക്ഷൻ സെൻറ്ററിനുള്ള DPR സെഗ്മെൻറ്റ് DPR വാങ്ങുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അപ്പം തന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ 40 ലക്ഷം രൂപയുടെ ചെക്ക് 34/3/2/1 ഈ ഇതിൽ 40 ലക്ഷം രൂപയുടെ ചെക്കും അവർ കൊടുക്കണം. അത് ഇപ്പോൾ കൊടുക്കേണ്ട പ്രീ ഡേറ്റ് ചെക്കാണ്. കാരണം DPR കൈമാറുന്ന തന്നെ DPRൻ്റെ 2 ലക്ഷം രൂപയും 34 ലക്ഷം രൂപയുടെ ചെക്കും
DPR സ്പോൺസർ കൊടുക്കണം. ജ്വല്ലറിക്ക് 3 ലക്ഷത്തിന് ചെക്ക് കൊടുക്കണം. 1 ലക്ഷം രൂപ സ്റ്റാഫിന് കൊടുക്കണം ചെക്ക്. 2 ലക്ഷം രൂപ ചാരിറ്റബിൾ ഫണ്ടിലേക്കും, അങ്ങനെ 40 ലക്ഷം രൂപ. അത് ഈ പദ്ധതി വന്നതിന് ശേഷം മാത്രമേ അത് കളക്ഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് എടുക്കുന്നതല്ല. അപ്പം പൈസ എത്തുക പിന്നെ ജ്വല്ലറിയിലാണല്ലോ. അപ്പം ജ്വല്ലറിയിൽ നിന്ന് നമുക്കിത് വിത്ഡ്രോ ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് ജ്വല്ലറി അഡ്വാൻസ് ആയിട്ട് 40 ലക്ഷം രൂപ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് 40 ലക്ഷം രൂപ അഡ്വാൻസായി കിട്ടുകയും 80 കോടി രൂപയുടെ സ്വർണ്ണാഭരണ ബിസിനസ് യാതൊരു കമ്മീഷനിലാട് കിട്ടുകയും ചെയ്യുന്നു 20 മാസം കൊണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, 7 ലക്ഷം രൂപ ആണ് അവർ ക്യാഷായി കൊണ്ടുവരേണ്ടത്, അല്ലെ ക്യാഷായി മുടക്കേണ്ടത്, സ്വന്തം കയ്യിൽ നിന്ന് മുടക്കേണ്ടത്. ഇതിൽ 7 ലക്ഷം രൂപയിൽ 3 ലക്ഷം രൂപ കമ്പനി ഷെയർ, അത് 50 ഡിവിഷൻ ഓഫീസ് ആരംഭിക്കാനുള്ള ഷെയറാണ് 3 ലക്ഷം രൂപ. പിന്നെ 2 ലക്ഷം രൂപ DPR സ്പോൺസർ കൊടുക്കുക, 2 3 5 ലക്ഷമായി. 1 ലക്ഷം രൂപ അത് ചിലവ് മറ്റുള്ള കാര്യങ്ങൾക്കും പോകും. അപ്പോൾ 3 ലക്ഷം. 1 ലക്ഷം രൂപ പ്രിൻറ്റിങ്ങും കാര്യങ്ങൾക്കെല്ലാം. ഇങ്ങനെ 1 2 3 4 അക്കൗണ്ടിലായിട്ടാണ് ഇവർ പൈസ കൊടുക്കേണ്ടത്. ഈ 3 ലക്ഷം അക്കൗണ്ടിൽ കമ്പനി അക്കൗണ്ടിലാണ് ഉള്ളത്. ഈ 2 ലക്ഷം 4 ലക്ഷം രൂപ മാത്രമേ അവർ ക്യാഷായി കൊണ്ടുവരേണ്ടുള്ളൂ. പിന്നെ 40 ലക്ഷത്തിന് ചെക്കും. സ്വാഭാവികമായും നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകും, അഡ്വാൻസായി ഇത്രയും വലിയ തുകയുടെ ചെക്ക് തരുമോ? പദ്ധതിയെപ്പറ്റി മനസ്സിലാക്കി ദീർഘവീക്ഷണത്തോടെ മുതൽ മുടക്കുന്ന ഒരാളായിരിക്കും യഥാർത്ഥത്തിലൊരു ബിസിനസ്സുകാരൻ. ബിസിനസ് വരണമെങ്കിൽ ആദ്യം മുതൽ മുടക്കണം. ബിസിനസ് വന്നാൽ മാത്രമേ മുതൽ മുടക്കൂ കഴിയൂ എന്ന് പറയുന്ന ആൾ ബിസിനസ്സുകാരനല്ല. അതുകൊണ്ടാണ് അവർ പദ്ധതിയെപ്പറ്റി മനസ്സിലാക്കി 80 ലക്ഷം രൂപയുടെ ആദായം അവർക്ക് ലഭിക്കുമ്പോൾ 40 ലക്ഷം രൂപ നമുക്ക് 40 ലക്ഷം രൂപ അവർക്കും ലഭിക്കുന്നു. കൂടാതെ 80 കോടി രൂപയുടെ ബിസിനസ്സും അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഇത്രയും ആനുകൂല്യങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് അവർ ഈ ചെക്ക് കൊടുക്കുന്നതും പ്രീപെയ്ഡ് ഡേറ്റ് ഇട്ടിട്ട് ചെക്ക് കൊടുക്കുന്നതും ചെക്ക് കൊടുക്കുകയും ചെയ്യുന്നത് ബിസിനസ്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നതുകൊണ്ടാണ് ചെക്ക് കൊടുക്കുന്നത്. മാത്രമല്ല 250 ഒരു ജ്വല്ലറിക്ക് 1 കോടി രൂപ സമ്മാനമുണ്ട്. 5000 ജ്വല്ലറിക്ക് 10 കോടി രൂപ സമ്മാനമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആർക്കാണോ ഏത് ബ്രാഞ്ചിനാണോ പ്രൈസ് അടിച്ചിരിക്കുന്നത് ആ പ്രൈസ് ബമ്പർ പ്രൈസ് അടിച്ച ആൾക്ക് 10 കോടിയും 2 മാസം ബൈമന്ത്ലിയുള്ള പ്രൈസ് അടിച്ച ആൾക്ക് 1 കോടി രൂപ സമ്മാനം കിട്ടും. അതുകൊണ്ടാണ് അവർ 40 ലക്ഷത്തിൻ്റെ ഡേറ്റ് ഇട്ട ചെക്കും 3 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഇട്ട ചെക്കും 3 ലക്ഷം രൂപ അക്കൗണ്ട് കമ്പനി അക്കൗണ്ടിലും ബാക്കി 4 ലക്ഷം രൂപയുടെ ക്യാഷുമായിട്ട് ഇവിടെ വരുന്നത്, ക്യാഷോ അല്ലെങ്കിൽ ഡീഡിയോ ആയിട്ട് വരുന്നത്. ഇനി 10ാമത്തെ അധ്യായം, കളക്ഷൻ സെൻറ്റർ. അപ്പോൾ ഒരു കളക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 12,000 ജനസംഖ്യാ പരിധിയ സ്ഥലത്തുള്ള ഒരു ബിസിനസ് സ്ഥാപനമായിരിക്കും കളക്ഷൻ സെൻ്ററായി കാണുക, ഏതെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം. അപ്പോൾ അവർ 50,000 രൂപ കൊടുത്തിട്ടാണ് കളക്ഷൻ സെൻറ്ററിൻ്റെ അവകാശം മേടിക്കുന്നത്. അപ്പോൾ അവർക്കൊരു DPR കൊടുക്കുന്നു. ആ DPRൻ്റെ വിലയും കൂടിയാണ് 50,000 രൂപ. അവർ വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ല, ഒരു 50,000 കൊടുത്തിട്ട് DPR വാങ്ങുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഓർഗനൈസറാണ്. അപ്പോൾ ഓർഗനൈസർ വന്നാൽ ഇവരെ അഡ്രസ്സിൽ ഒരു ഡീഡ് ഉണ്ടാക്കി 40 പേരെ ചേർക്കുന്നു, അവരുടെ കളക്ഷൻ വാങ്ങുന്നു, എല്ലാം അവരെ കാണുന്നു, എല്ലാം അവരാണ്. അപ്പോൾ ഇവർക്ക് ഈ 50,000 രൂപൻ്റെ ബന്ധം മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങൾക്കൊന്നും അവർക്ക് ബന്ധമില്ല. മാത്രമല്ല ചില ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള ഒരു സംഗതി കൂടി അവർ ചെയ്യണം. അതായത് ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇങ്ങനൊരു കാര്യം ഉണ്ടെന്ന് നോട്ടീസ്, ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് നോട്ടീസ് എല്ലാം വിതരണം ചെയ്യണം. അത്ര കാര്യങ്ങളെ ചെയ്യേണ്ടത്, അതിൽ കൂടുതലൊന്നും അവർ ചെയ്യേണ്ടതില്ല. അപ്പോൾ 50,000 രൂപ കൊടുത്തിട്ടാണ് അവർ DPR മേടിക്കുന്നത്. അവർ എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ അവർ 40 പേരെയാണ് ചേർക്കുന്നത്. അപ്പോൾ അവരെ അണ്ടറിലുണ്ടാവുക ഒരു ആളിൽ നിന്ന് 125 ഉറുപ്പിക വെച്ചിട്ട് 40 പേരിൽ നിന്നും ഒരു മാസം 5,000 രൂപ കിട്ടും. 5000 ഇൻറ്റു 40 മാസം കൊണ്ട് 2 ലക്ഷം രൂപ. ഇത് ആദ്യ മാസം തന്നെ എന്ത് കിട്ടും, ഇവർക്ക് കിട്ടും 2 ലക്ഷം രൂപയുടെ സ്വർണം കിട്ടും. ഈ സ്വർണം ഈടാക്കി അവർക്ക് ഇതുപോലെ തന്നെ വായ്പയും 7% പലിശക്ക് നിക്ഷേപത്തിന് നൽകുക, 0% പലിശയും വായ്പക്കും 7% നിക്ഷേപത്തിന് നൽകുക. അപ്പോൾ അതുകൊണ്ടാണ് 50,000 രൂപ കൊടുത്ത് ഇത് പഠിക്കുന്നത്. ഈ 50,000 രൂപ
എങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇതിൽ 40,000 രൂപ, 50,000 രൂപയും 40,000 രൂപ ഈ ബ്രാഞ്ച് ജ്വല്ലറിക്കാണ്. അപ്പോൾ 40,000 × 20 8 ലക്ഷം രൂപ. അവർ 7 ലക്ഷമാണ് മുടക്കിയത്. അപ്പോൾ 8 ലക്ഷം കിട്ടുന്നു. 5,000 രൂപ ഓർഗനൈസർക്കാണ്. 5,000 × 10 50,000 രൂപ ഓർഗനൈസർ കിട്ടുന്നു. 5,000 രൂപ കമ്പനി അക്കൗണ്ടിലുമാണ്. അങ്ങനെ 40, 5, 5 50,000 രൂപ തികയുന്നു. അപ്പോൾ അവർക്ക് 2 ലക്ഷം രൂപയും കിട്ടും, 2 ലക്ഷം രൂപയുടെ സ്വർണ്ണവും കിട്ടും, സമ്മാനം കഴിച്ചിട്ടുണ്ട്, സമ്മാനവും കിട്ടും. ഇങ്ങനെയാണ് കളക്ഷൻ സെൻറ്റർ കൊണ്ട് ആരംഭിക്കുന്നത്. ഈ കളക്ഷൻ സെൻറ്ററിലാണ് അംഗങ്ങൾ പോയി ചേരേണ്ടത്. 40 ആളാണ് ഒരു കളക്ഷൻ സെൻറ്റർ ഉണ്ടാവുക. ഇനി 11 ഓർഗനൈസർ. ഓർഗനൈസർ എന്ന് പറയുന്നത് ആൾക്ക് ഈ കളക്ഷൻ ഏജൻ്റ് ആണെന്ന് കേട്ടില്ല, അതാണ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അവരാണ് അംഗങ്ങൾക്ക് പദ്ധതി നോട്ടീസ് കൊടുക്കുന്നു, കാര്യങ്ങൾ ചേർക്കുന്നതൊക്കെ അവരാണ്. അപ്പോൾ ഒരാടത്ത് നിന്ന് 75 രൂപയാണ് ഒരു ഓർഗനൈസർക്ക് ലഭിക്കുന്നത്. അങ്ങനെ 25 യൂണിറ്റിലായി 40 ആളാണ്. അങ്ങനെ 40 × 25 1000, 1000 × 25 75,000 രൂപയാണ്. അത് ഈ ജ്വല്ലറിയാണ് ഈ കളക്ഷൻ ഏജൻറ്റിനെ അല്ലെങ്കിൽ ഓർഗനൈസറെ കണ്ടെത്തുന്നത്. ഒരു ജ്വല്ലറിയുടെ കീഴിൽ 4 ഓർഗനൈസർമാരുണ്ടാവും. അപ്പോൾ 5,000 ജ്വല്ലറിയിൽ 20,000 ഓർഗനൈസർമാരുണ്ടാവും. അപ്പോൾ 20,000 ആൾക്കും 75,000 രൂപ വെച്ചിട്ട് പ്രതിമാസ വേതനം ലഭിക്കുന്നു. മോശമില്ലാത്ത വേതനം. 25,000 ഒരു ഗസ്റ്റ് ഓഫീസർ ശമ്പളമാണ് 75,000 രൂപ ഈ 4 ഓർഗനൈസർമാർക്കും ലഭിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ 50 ഓഫീസിലായിട്ട് ശരാശരി 60 സ്റ്റാഫ്, 3,000 സ്റ്റാഫ് ഉണ്ടാവും. അവർക്ക് ഒരാളിന്ന് 5,000 രൂപ വെക്കുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപ എവറേജ് സാലറി എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. ഇനി 12ാമത്തെ അധ്യായം, ലോക്കൽ ജ്വല്ലറി. നമ്മൾ നേരത്തെ ലോക്കൽ ജ്വല്ലറിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ്, അവർ 7 ലക്ഷം രൂപ എടുത്തിട്ടാണ് എടുക്കുന്നത്, അവരെങ്ങനെയാണ് കണ്ടെത്തുന്നത് പറഞ്ഞു കഴിഞ്ഞ്, അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ്, എങ്ങനെയാണ് അവരെ കണ്ടെത്തുന്നത്, അവരെങ്ങനെയാണ് വരുന്നത്, അവർക്ക് എന്തുകൊണ്ടാണ് 40 ലക്ഷം രൂപയുടെ ചെക്ക് അഡ്വാൻസ് ആയി കൊടുക്കുന്നത്, അവർക്ക് 80 ലക്ഷം രൂപ അവരിലെത്തുന്നു കമ്മീഷനായിട്ട്, ലാഭവിധമായിട്ട് 80 ലക്ഷം രൂപ കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് കൊടുക്കുന്നത്. കാരണം ഇത് ഒറ്റയ്ക്ക് ഒരു ജ്വല്ലറിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, വളരെ പ്ലാനിങ്ങോടെ ചെയ്താൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. അപ്പോൾ അതിൽ ഒരു അംഗമാകാണ് അവർ ചെയ്യുന്നത്. അവർക്ക് 40 ലക്ഷം രൂപയും കിട്ടി, ബിസിനസ്സും കിട്ടി. അപ്പോൾ ഇത് 2 ലക്ഷം ജനസംഖ്യാ പരിധിയിൽ ഒരു ജ്വല്ലറിക്ക് മാത്രമേ ഉള്ളൂ. അത് ഓർഗനൈസറാണ് തീരുമാനിക്കേണ്ടത് ഏത് ജ്വല്ലറിക്ക്, സബ് ഡിവിഷണൽ മാനേജറാണ് ജ്വല്ലറിയെ കണ്ടെത്തേണ്ടത്. ഇനി 13 സബ് ഡിവിഷണൽ മാനേജർ. അത് നമ്മൾ ക്യാമ്പസ് റിക്രൂട്ട് ചെയ്ത് അവരെ പദ്ധതി കംപ്ലീറ്റ് പഠിപ്പിച്ച് അവരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 5,000 ജ്വല്ലറിയും ഓർഗനൈസർമാർക്കെല്ലാം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നവരാണ്. ശരിക്കും ഇതിനെ ചലിപ്പിക്കുന്നത് ഈ സബ് ഡിവിഷണൽ മാനേജർമാരാണ്. അപ്പോൾ കോഴിക്കോട് ഹെഡ് ഓഫീസിൽ വെച്ചിട്ട് അവരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകി കൊടുക്കുന്നു. ഒരാൾക്ക് 1 ലക്ഷം രൂപയാണ് പ്രതിമാസ വേതനം കിട്ടുന്നത്. ഓർഗനൈസർക്ക് 75,000 ആണെങ്കിൽ സബ് ഡിവിഷണൽ മാനേജർക്ക് 1 ലക്ഷം രൂപയാണ്. ഇനി 14ാമത്തെ അധ്യായം, കോഴിക്കോട്ടെ മേള. ഈ മേളയിൽ 5,000 DPR സ്പോൺസർമാർ, 5,000 ജ്വല്ലറികൾ, 500 ഡിവിഷണൽ മാനേജർമാർ, 50 സ്റ്റാൾ ജ്വല്ലറികൾ, സ്പോൺസർ ചെയ്യുന്ന ജ്വല്ലറികൾ. ഈ രീതിയിൽ ഏകദേശം ഒരു 25,000 ആൾക്കാർ, ഇതിന് പുറമേയും കുറേ ആൾക്കാരുണ്ട്, ഒരാളെ ഒറ്റയ്ക്ക് വരില്ലല്ലോ, ഒരു 10-25,000 ആൾക്കാർ ഒരേ സമയം പങ്കെടുക്കുന്ന ഒരു പദ്ധതി. ഇതിൻ്റെ മുടൽമുതൽക്കെന്ന് പറഞ്ഞാൽ ഒരു സ്പോൺസർ ജ്വല്ലറിയിൽ നിന്നും 4 ലക്ഷം വെച്ച് 50 സ്പോൺസറിന് 2 കോടി രൂപയാണ് ഇതിൻ്റെ ഒരു ദിവസത്തെ പ്രോഗ്രാം. 5 ലക്ഷം വെച്ചിട്ട് 50 ജ്വല്ലറിയിൽ നിന്നും 4 ലക്ഷം വെച്ച് 2 കോടി രൂപയാണ് മുതൽ മുടക്കിയാണ് നമ്മൾ ഒരു ദിവസത്തെ മേള നടത്തുന്നത്. ഈ മേളയിൽ
പിന്നെ ഒരേ സമയം 50 സ്റ്റാളുകളുണ്ടാവും. ഒരു സ്റ്റാൾ ഏതായാലും 300 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഈ ഒരേ സമയം 100 ആൾക്കാരാണ് ഒരു സ്റ്റാളിലുണ്ടത്. അത് എല്ലാവർക്കും ഒരേ സമയം കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ 9 മുതൽ 5 മണി വരെയുള്ള 5 ഷിഫ്റ്റായി മാറ്റുന്നു. ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 9 മുതൽ ഒരു ഷിഫ്റ്റ് തുടങ്ങിയാൽ ആ ഷിഫ്റ്റ് അവസാനിക്കുന്നത് 10 മണിയാണ്. പിന്നെ അരമണിക്കൂർ ബ്രേക്ക് ഇട്ട ശേഷം 10:30 ഒന്ന് തുടങ്ങിയാൽ അത് 11:30. ഇനി മൂന്നാമത്തെ ഷിഫ്റ്റ് 12 മണിക്ക് തുടങ്ങിയാൽ 1 മണിക്ക്. അതിനുശേഷം നമ്മൾ ഒരു ഡിന്നറെല്ലാം വെച്ച് രാത്രി ഈ മൊത്തം ആൾക്കാർക്ക് വേണ്ട ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കി ഒരു പത്രസമ്മേളനം നടത്തിയിട്ടാണ് ഇത് പിരിച്ചുവിടുക. 7 മണിക്ക് ശേഷം മറ്റ് കലാപരിപാടികളെല്ലാം നടത്തിയിട്ടാണ് ഇത്. ഒരേ സമയം ഇത്തിരി ആൾക്കാർ, ബഹുജനങ്ങൾ, അതായത് ഏതാണ്ട് 10,500 ആളിൻ്റെ ഗുണഭോക്താക്കളുണ്ടെങ്കിലും അതിന് പുറമെ അവരെ കൂടെ അവരെ ബന്ധുക്കളിലും കൂടിയാകുമ്പോൾ ഒരു 10,25,000 ആൾക്കാരെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് 2 കോടി രൂപ ചിലവ് വരുന്നത്. അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, കാര്യങ്ങൾ, അക്കോമഡേഷൻ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് 2 കോടി രൂപ ചിലവ് വരുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യം ഒരുക്കി ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഈ പദ്ധതി വാർത്താ പ്രാധാന്യം നേടും. ഇതിൻ്റെ ഗുണങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കും. അങ്ങനെ ഇതിന് വേണ്ട ആൾക്കാരെ തന്നെ ഇല്ലാത്ത കിട്ടുകയും ചെയ്യും. വലിയ അഖിലേന്ത്യത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ഗുണങ്ങൾ യൂട്യൂബിലൂടെ മനസ്സിലാക്കുകയും ചെയ്ത് ഇതിന് ആൾക്കാർ എവിടെയാണ് ഞാൻ ചേരേണ്ടതെന്ന് വെച്ച് വരികയും ചെയ്യും. അപ്പോൾ അതാണ് ഈ മേള കൊണ്ടുള്ള വലിയൊരു ഗുണം. മേളയിൽ വെച്ച് DPR കൈമാറുമ്പോൾ തന്നെ ഒരു DPR സ്പോൺസർക്ക് 2 ലക്ഷം രൂപയും പിന്നെ 3 മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഇട്ടിട്ടുള്ള 34 ലക്ഷം രൂപയുടെ ചെക്കും ജ്വല്ലറി കൈമാറുന്നു. 3 ലക്ഷം രൂപയുടെ ചെക്ക് ഈ സ്പോൺസർ ചെയ്ത സ്റ്റാൾ സ്പോൺസർ ചെയ്ത ജ്വല്ലറിക്കും കിട്ടുന്നു. അങ്ങനെ ആണ് 1 ലക്ഷം രൂപ സ്റ്റാഫ്. അവിടെ ഈ ഏതൊരു സ്റ്റാഫ് 5 സ്റ്റാഫ് ഉണ്ടാവും ഓരോ യൂണിറ്റിലും. അപ്പോൾ അവർക്കുള്ള 4 സ്റ്റാഫ് ഉണ്ടാവും. അവർക്കുള്ള ഇതായിട്ട് 1 ലക്ഷം രൂപ അതും കൊടുക്കുന്നു. 2 ലക്ഷം രൂപ കമ്പനി ഉണ്ടാക്കുന്ന ചാരിറ്റബിൾ ഫണ്ടിലേക്കും ചെക്ക് കൊടുക്കുന്നു. ഈ ചെക്ക് കളക്ഷനായി വരുമെന്ന് പറഞ്ഞാൽ മൊത്തം ആൾക്കാരായി 40 ആളായി അവരുടെ നിന്ന് കളക്ഷൻ വന്ന് ജ്വല്ലറിയിലേക്ക് എത്തുമ്പോഴാണ് ജ്വല്ലറി ചെക്ക് മാറാനുള്ള അനുമതി കൊടുക്കുന്നത്. അപ്പം ജ്വല്ലറിയിൽ 80 ലക്ഷം രൂപ കിട്ടുമ്പോൾ 40 ലക്ഷം രൂപ ജ്വല്ലറിക്കും 40 ലക്ഷം രൂപ നമുക്കും തരാനുള്ള വ്യവസ്ഥയിലാണ് ചെക്ക് കൊടുക്കുന്നത്. അതൊരു അഗ്രിമെൻറ്റും കൊടുക്കും. ചെക്കിനോട് തന്നെ ഒരു അഗ്രിമെൻറ്റും കൊടുക്കും. ഇന്നേ ദിവസമാണ് ഇന്നേ കാരണം കൊണ്ടാണ് ഇത് മാറുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസുള്ള ഒരു ചെക്കും അഗ്രിമെൻറ്റും 2 ലക്ഷം രൂപയാണ് DPR സ്പോൺസർക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാളിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെയുണ്ടാവുക സ്റ്റാൾ. മാത്രമല്ല സ്റ്റാളിലെ സജ്ജീകരണങ്ങൾ, എത്ര ടേബിൾ, എങ്ങനെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുള്ള സ്റ്റാളുണ്ട്. മാത്രമല്ല ഷിഫ്റ്റ് ടൈമും നമുക്കിവിടെ ചാർട്ട് കാണാം. ഇങ്ങനെയാണ് ചാർട്ട് രൂപീകരിക്കുന്നത്. കോഴിക്കോട് വെച്ചിട്ടാണ് ഈ പരിപാടി നടത്തുക. ഇനി 15-ാമത്തെ അധ്യായം. കോഴിക്കോടുള്ള ഹെഡ്ക്വാർട്ടേഴ്സ് 7 കോടി മുതൽ മുടക്ക്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാടത്ത് 14 ലക്ഷം വെച്ചിട്ട് 14 ലക്ഷം × 50 സ്റ്റാൾ സ്പോൺസർമാർക്കുന്നു 7 കോടി രൂപ. ഈ 14 ലക്ഷം നേരത്തെ സ്റ്റാളിന് വേണ്ടിയുള്ള 4 ലക്ഷം. ഈ 18 ലക്ഷം രൂപ എങ്ങനെയാണ് കിട്ടുമെന്ന് വെച്ചാൽ ഓരോ സ്റ്റാൾ സ്പോൺസറും 100 ആപ്ലിക്കേഷൻ വരും. DPR സ്പോൺസർമാരുടെ അപേക്ഷ വരും. അപ്പോൾ അവരിൽ നിന്നും 18,000 രൂപ × 100 2,000 രൂപ വരെ. ഈ 18 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാണ് ഈ ഹെഡ് ഓഫീസിലുള്ള 7 കോടിയും സ്റ്റാളിനോട് 4 ലക്ഷം ചിലവാക്കുന്നത്. അതിന് പുറമെ 5,000 രൂപ ഒരാടത്തു നിന്നും DPR സ്പോൺസർ കിട്ടും. 5,000 × 100 5 ലക്ഷം രൂപ. അപ്പം ഇങ്ങനെയാണ് 7 കോടി രൂപ മുതൽ മുടക്കിൽ കോഴിക്കോട് ഹെഡ് ഓഫീസ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് ഇതിന് മുമ്പേ ഒരു 11-ാം തീയതിയാണ് ആരംഭിക്കുന്നതെങ്കിൽ 1-ാം തീയതിയെങ്കിലും ഹെഡ് ഓഫീസ് ആരംഭിച്ചിരിക്കണം. എന്നിട്ട് വേണം ഇതെല്ലാം റെഡിയാക്കി ഇവരെ കണ്ടുപിടിച്ച് ഒരു മാസം മുമ്പേ 1-ാം തീയതി വരാം, ഒരു ഏപ്രിൽ പകുതിയാകുന്ന നേരത്തേക്ക് ഹെഡ് ഓഫീസ് ആരംഭിക്കണം. എന്നാൽ മാത്രമേ ഒരു മാസം കൂടി ഇതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇവരെ എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ചുരുങ്ങിയത് ഇപ്പം ഏപ്രിൽ 15/4/25 ഹെഡ് ഓഫീസിൻ്റെ പ്രവർത്തനം ആരംഭിക്കണം. എങ്കിൽ നമുക്ക് ഇവരെ 500 പേരെ കണ്ടെത്തി അവരെ 5 പേരേക്ക് അവർ കണ്ടെത്തിയിട്ട് ഒരു നിശ്ചിത ദിവസം കൊണ്ടുവരാൻ കഴിയുള്ളൂ.
DPR സ്പോൺസർ. അപ്പോൾ DPR സ്പോൺസർ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ബിസിനസ്സിനെ പറ്റി പൂർണ്ണമായും പഠിച്ച് അതിൻ്റെ സാധ്യതകളെല്ലാം നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. ഇനി എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ പദ്ധതി പ്രൊമോട്ടറുമായി ബന്ധപ്പെട്ടായി 20 യൂണിറ്റ് DPR സ്പോൺസർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇന്നേ ബ്രാഞ്ചിന് ഓരോ ബ്രാഞ്ചിനും ഓരോ കോഡുണ്ടാകും. ഇപ്പോൾ കോഡ് നമ്പർ A000 മുതൽ ഈ 999 വരുന്നുള്ള 5000 വ്യത്യസ്ത നമ്പറുകളായിരിക്കും ഓരോ ബ്രാഞ്ചിനുണ്ടാവുക. ഇന്നേ ബ്രാഞ്ചിൽ ഞാൻ 20 DPR എനിക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ജ്വല്ലറിയിൽ അപേക്ഷ കൊടുക്കുന്നു. അപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നമ്മളൊരു സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിതിനെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാവർക്കും ഈ അപേക്ഷയില്ല. ഇത് കൊടുത്തിരിക്കുന്നത് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കളാണ്. അപ്പോൾ അവർക്കാണ് 40 പവനും 4 ലക്ഷവും കിട്ടുക. അപ്പോൾ ആ രക്ഷിതാവാണ് ഇതിനെപ്പറ്റി പഠിച്ച് ഇതിൻ്റെ സത്യസന്ധതയെപ്പറ്റി മനസ്സിലാക്കി, വാണിജ്യ വിജയത്തെ പറ്റി മനസ്സിലാക്കി, ഇതിൻ്റെ പ്രമോഷനെ പറ്റി മനസ്സിലാക്കി, നേരത്തുള്ള അധ്യായങ്ങളിൽ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അവരെന്ത് ചെയ്യുന്നു, ഒരു ജ്വല്ലറി ആയിട്ട് ബന്ധപ്പെട്ട് ഡിവിഷണൽ മാനേജർ ബന്ധപ്പെടുന്നു. ഈ അഡ്രസ്സിൽ നിന്ന് ഡിവിഷണൽ മാനേജർമാർ ബന്ധപ്പെട്ട ശേഷം അവർ പറയും ഇന്നേ ജ്വല്ലറിയിൽ ഒഴിവുണ്ട്. അപ്പോൾ അവിടെ കൊടുക്കുന്നു. ഒരു ജ്വല്ലറിയിൽ 100 ആളാണ് ഉണ്ടാവുക. അങ്ങനത്തെ 50 ജ്വല്ലറിയാണുള്ളത്. ഇതുകൊണ്ട് 5000 ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുതൽ മുടക്കില്ലാതെ തന്നെ 40 പവന് 4 ലക്ഷം രൂപയും നേടാൻ കഴിയും 3 മാസത്തിനകം. അപ്പോൾ അവർ 1,60,60,000 രൂപ ആണ് നൽകേണ്ടത്. ഈ 1,60,60,000 രൂപ നൽകുമ്പോൾ തന്നെ ഒരു മാസം കൊണ്ട് 2 മാസത്തിനകം ഈ 2 ലക്ഷമായി മാറുന്നു. ഒരിക്കലും ബാങ്കിലിട്ടാൽ പോലും ഒരിക്കലും ഇത് കിട്ടില്ല. അതിന് പുറമെയാണ് ഈ ലാഭവിഹിതം ലഭിക്കുന്നത്. ലാഭവിഹിതം ഈ DPR കൊടുക്കുമ്പം തന്നെ ചെക്ക് കൊടുക്കും, എഗ്രിമെൻറ്റും കൊടുക്കും. അതുകൊണ്ട് അതും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ ഇവർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന ഇത് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി, പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി DPR സ്പോൺസർ ആവാനുള്ള അവസരം ലഭിക്കുന്നത്. ഇതിന് 17ാമത്തെ അധ്യായം സ്റ്റാൾ സ്പോൺസർ. ഇത് ഏതെങ്കിലും ഒരു ജ്വല്ലറിയെയാണ് നമ്മൾ സ്റ്റാൾ സ്പോൺസറായി കണ്ടെത്തുന്നത്. കാരണം എന്ന് വെച്ചാൽ 5000 ആൾക്കുള്ള അപേക്ഷ നമുക്ക് ഒന്നിച്ചിട്ട് കളക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ 100 എണ്ണമായി 50 ആൾക്ക് കൊടുക്കുന്നു, 100 × 50. അപ്പോൾ അവർക്ക് ഈ പദ്ധതി ബോധവൽക്കരണം നടത്തുന്ന വീഡിയോ, അപേക്ഷാ ഫോം, മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരാൾക്ക് 4000 രൂപ വെച്ചിട്ടാണ് ഒരു സ്റ്റാൾ സ്പോൺസർ നൽകേണ്ടത്. അപ്പോൾ 4000 × 100 4 ലക്ഷം രൂപയാണ് ഒരു സ്റ്റാൾ സ്പോൺസർ നൽകേണ്ടത്. 100 പേർക്കുള്ള അവർക്കുള്ള അനുമതി കിട്ടുന്നു. 4000 × 100 4 ലക്ഷം രൂപ. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് തന്നെ പരസ്യം കണ്ട ആൾക്കാർ വരും. പോട്ടെ ഒരാഴ്ച കൊണ്ട് ഈ ഒരാളിൽ നിന്ന് 5000 രൂപ DPRൻ്റെ റേറ്റിൽ നിന്ന് 5000 രൂപ കിട്ടുന്നു. അവർ 1.60 കൊടുക്കുമ്പോൾ 5000 രൂപ അവർക്കാണ്, ജ്വല്ലറിക്കാണ്. 5000 × 100 6 ലക്ഷം, 5 ലക്ഷം രൂപ. അപ്പോൾ ഈ 4 ലക്ഷം രൂപ മുടക്കിയാൾക്ക് ഒരാഴ്ച കൊണ്ട് 1 ലക്ഷം രൂപ ലാഭം കിട്ടുന്നു. ഇനി രണ്ടാമതെന്ന് പറഞ്ഞാൽ 18,000 രൂപയോളം ഇവരെ പേരിലാണ് DPR സ്പോൺസർ നൽകുന്നത്. ഇതൊക്കെ ഈ 1,60,60,000 വരുന്ന സംഖ്യയാണ്. ഈ 5000 1,18,000 അല്ലോ. അങ്ങനെ 18 ലക്ഷം രൂപ കിട്ടുന്നതിലൂടെയാണ് ഓഫീസിൻ്റെ 14 ലക്ഷം റുപ്യയും സ്റ്റാളിൻ്റെ 4 ലക്ഷവും കിട്ടുന്നത്. ഈ 14 ലക്ഷത്തിന് മാസം തോറും 5,000 രൂപ മാസം തോറും അവർക്ക് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ 14 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കും. പിന്നീട് ഏതാ വേണ്ടെന്ന് അവർ തീരുമാനിക്കും. മാസം തോറും 5,000 രൂപ കിട്ടുകയും ചെയ്യും, അല്ലെങ്കിൽ 14 ലക്ഷം രൂപ തിരിച്ചും കിട്ടും. അതിനുശേഷം ഇപ്പം സ്റ്റാള് 15-ാം തീയതി മെയ് മാസം 15-ാം തീയതി വരുന്ന സ്റ്റാളിന് 100 സ്പോൺസർ ജ്വല്ലറി തന്നെയാണല്ലോ വരിക. 100 ലോക്കൽ ജ്വല്ലറി അല്ലേ വരിക. അപ്പോൾ ഒരു ജ്വല്ലറിയിൽ നിന്നും 10,000 രൂപ വെച്ചിട്ട് 100 ജ്വല്ലറിയിൽ നിന്നും 10 ലക്ഷം രൂപ കിട്ടുന്നു. 10,000 × 100 10 ലക്ഷം രൂപ. അപ്പം തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നത് 3 ലക്ഷത്തെ ചെക്കും കൊടുക്കുന്നു. 100 ജ്വല്ലറിയും കൂടി. അപ്പോൾ 3 ലക്ഷം × 100 3 കോടി രൂപയും ഈ സ്റ്റാൾ സ്പോൺസർക്ക് ലഭിക്കുന്നു. അതായത് 4 ലക്ഷം രൂപ മുടക്കിയാൽ ഒരാഴ്ച കൊണ്ട് 5 ലക്ഷം രൂപയും 2 മാസം കൊണ്ട് 10 ലക്ഷം രൂപയും. അപ്പോൾ തന്നെ 3 ലക്ഷത്തിൻ്റെ 100 ചെക്കും കൊടുക്കുന്നതുകൊണ്ട് 3 കോടി രൂപ 3 മാസത്തിനകം ലഭിക്കുകയും ചെയ്യുന്നു. ഇത്തരം 50 പേർക്കാണ് ഈ സ്റ്റാൾ സ്പോൺസർ ആവാനുള്ള അവസരം ലഭിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം പ്രത്യേകമായിട്ട് തയ്യാറായിക്കൊണ്ടുള്ള ആൾക്കാരെ വിളിക്കുന്നു. അവർ നമ്മൾ ഇവിടുത്തെ പ്രോജക്റ്റ് ഓഫീസായിട്ട് ബന്ധപ്പെടുന്നു.
ഞാൻ സ്റ്റാൾ എടുക്കാനും പിന്നെ കാര്യങ്ങൾക്കെല്ലാം തയ്യാറാണെന്നില്ല. ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നമ്മളുണ്ടാക്കിയ യൂട്യൂബിൻ്റെയും പിന്നെ ഇതിൻ്റെ മറ്റുള്ള സംഗതിൻ്റെയും DPRൻ്റെ എല്ലാം അവകാശം ഒരാൾക്ക് 4000 രൂപ വെച്ചിട്ട് 100 ആൾക്ക് മേടിക്കുന്നു. അപ്പോൾ ഓൾറെഡി ഡിവിഷണൽ മാനേജറാണ് എന്ത് ചെയ്യുക എന്നുള്ള അപേക്ഷ മേടിക്കുക. എന്നിട്ട് ഈ ജ്വല്ലറി മുഖാന്തരമാണ് അപ്ലിക്കേഷൻ വരേണ്ടത്. കാരണം അത് ഡിവൈഡ് ചെയ്യുകയാണ്, ഈ 5000 ഇത്ര ആൾക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അതിൻ്റെ ഒരു സുതാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ജ്വല്ലറി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ അത് വാങ്ങുന്നു. പിന്നീട് നിർമ്മിക്കുന്നതൊക്കെ ഇവിടുന്ന് കമ്പനിയെ നിർമ്മിച്ച് ഇതവിടെ കൊടുക്കുന്നു. അപ്പം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത് സ്റ്റാളെല്ലാം ചെയ്യുന്നത് ഇവൻറ്റ് മാനേജ്മെൻറ്റാണ്. സ്റ്റാൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഏതെല്ലാം അധികാരികളുടെ അടുത്തു നിന്നാണ് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത് ഒക്കെ ചെയ്യുന്നത് ഇവൻറ്റ് മാനേജ്മെൻറ്റ്. അതൊന്നും ഇവർക്ക് ബാധകമല്ല. ഇവരത് ഇത് മാത്രം ചെയ്തു 4 ലക്ഷം രൂപ കൊടുക്കുന്നു, 100 ആപ്ലിക്കേഷൻ മേടിക്കുന്നു, 100 ആൾക്കുള്ള എഗ്രിമെൻറ്റ് കൊടുക്കുന്നു. ഇത്രയും അതിനെ കാര്യം ചെയ്തിട്ടു അവരന്ന് 14-ാം തീയതി രാവിലെ 8 മണിക്ക് വന്ന് ഹാജരായാൽ മതി. 8 മണിക്ക് ഹാജരായാൽ മതി. വൈകുന്നേരം പരിപാടി കഴിഞ്ഞ് പോവുകയും ചെയ്യുക. അപ്പോൾ 3 കോടി രൂപയും കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് സ്റ്റാൾ സ്പോൺസർ. അപ്പോൾ ഇങ്ങനെ സ്റ്റാൾ സ്പോൺസർ ആവാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറുകളിൽ ബന്ധപ്പെടുക. എന്നിട്ട് നമ്മളെ ഓഫീസായിട്ട് ബന്ധപ്പെടുക. ഉറപ്പായി 50 പേർക്ക് മാത്രമാണ് ഈ അവസരമുള്ളൂ. ഇനി 18ാമത്തെ അധ്യായം, ലാസ്റ്റ് അധ്യായം, കോണ്ടാക്ട്. അതായത് ഇപ്പം ഒരാൾക്ക് സ്റ്റാൾ സ്പോൺസർ ആണെന്നുള്ള ആഗ്രഹം, അത് ഏതെങ്കിലും ജ്വല്ലറിക്കാർക്കാണ് കൊടുക്കുക. സ്ഥാപനമുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ 100 പേർക്കുള്ള അപേക്ഷയാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ 100 × 50 5000 പദ്ധതി സുതാര്യമാക്കാൻ വേണ്ടിയാണ് 100 പേർക്കുള്ളത്. അപ്പോൾ ഒരു ഡിവിഷൻ്റെ കീഴിൽ 50 ഡിവിഷനെ തിരിക്കുന്നു. ഡിവിഷൻ്റെ ചാർട്ട് നോക്കുക. ഈ ഓരോ സ്ഥലത്തേക്കുള്ള അവകാശമാണ് അവർ മേടിക്കുന്നത്. അവിടത്തേക്കുള്ള 100 പേരുടെ അവകാശം 100 × 4000 രൂപ വെച്ചിട്ട് 4 ലക്ഷം രൂപ വരുന്നു. എന്നിട്ട് നമ്മൾ അഗ്രിമെൻറ്റ് ചെയ്യുന്നു. ഇന്ന സ്ഥലത്തേക്കുള്ള പാറ്റ്ന അല്ലെങ്കിൽ കൽക്കത്ത, ബോംബെ എന്നുള്ള രീതിയിൽ മുംബൈ എന്നും പറഞ്ഞിട്ട് ഈ 50 സ്ഥലങ്ങളിലേക്ക് ഓരോരുത്തരും സ്പോൺസർ ചെയ്യുന്നു. അപ്പോൾ അവർ അഗ്രിമെൻറ്റ് ചെയ്ത് അപ്പോൾ അവർക്കായി സ്ഥാനങ്ങൾ നമ്മൾ ഈ പരസ്യം കൊടുക്കുമ്പോൾ അവരെ ഓഫീസിലാണ് അല്ല അവരുടെ സ്ഥാപനത്തിലാണ് ഈ അപേക്ഷ വരേണ്ടത്. അപേക്ഷ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇത്രയും ചാർട്ട് പ്രകാരം ഇത്ര പൈസ ഇപ്പോൾ 1,80,000 രൂപ 60,000 രൂപ തരുമ്പോൾ അതെങ്ങനെയാണ് വിഭജിക്കുന്നത് ചാർട്ട് നോക്കുക. ഈ ചാർട്ട് പ്രകാരം ഇവർക്കുള്ള പൈസ ഇത്ര, GST ഇത്ര, ബുക്ക് അടിക്കേണ്ട പൈസ എത്രയാണ്, അങ്ങനെയെല്ലാം തിരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഓഫീസിലെത്തിച്ചാൽ നമ്മൾ ഇന്നേ ദിവസം പ്രിൻ്റ് ചെയ്ത് കൊടുക്കും. കാരണം വെച്ചാൽ ഇത് സാധാരണ പ്രസ് പോയാൽ കിട്ടുന്ന കാര്യം, പ്രസ്സിലടിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇതിൽ 1,60,00,000 വ്യത്യസ്ത നമ്പറുകളുണ്ട്. 1,60,00,000 വ്യത്യസ്ത നമ്പറുകളുണ്ട്. അത് 7 ഡിജിറ്റിലാണ് ഈ നമ്പറുകൾ ഒതുക്കിയിരിക്കുന്നത്. ഒരു ഡിജിറ്റ് വേറെ ഡിജിറ്റ് വ്യത്യാസം ഉണ്ടാവും എല്ലാ നമ്പറുകളും. ഇത് എല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ DPR പ്രിൻ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ. കാരണം ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ DPR വാങ്ങാൻ നിങ്ങൾ ഈ ഓഫീസിലേക്ക് നിർബന്ധിതനാകുന്നത്. നമ്മൾ അഗ്രിമെൻറ്റ് ചെയ്യും. ഇന്നേ സ്ഥലത്തേക്കുള്ള ഇന്നയാൾക്കുള്ള സ്പോൺസർ ചെയ്തിരിക്കുന്ന അഗ്രിമെൻറ്റ് ആ ദിവസം കൊണ്ട് നമ്മൾ അടിച്ച് DPR കൊടുക്കുന്നു. അപ്പോൾ അത് ഇവരെന്ത് ചെയ്യുന്നു, വാങ്ങുന്നു. എന്നിട്ട് അത് സ്റ്റാളിൽ കൊണ്ടാക്കുന്നു. അപ്പോൾ ഇത് നേരത്തെ ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്, രണ്ടാമത് റിപ്പീറ്റ് ചെയ്തതാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്പോൺസർ ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 12 പേരുടെ നമ്പറുകളുണ്ട്, അവരായിട്ട് ബന്ധപ്പെടുക. 50 പേർക്ക് മാത്രമേ അവസരമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബന്ധപ്പെട്ട് നമ്മൾ അഗ്രിമെൻറ്റ് ചെയ്യുന്നു, ഒരു മീറ്റിംഗ് നടത്തി അഗ്രിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പം ഇതാണ് വർക്കാരികളുടെ മേൽവിലാസം. അപ്പം എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഏതുകൊണ്ട് വ്യക്തതയായി കഴിഞ്ഞല്ലോ. നന്ദി, നമസ്കാരം.